ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ചെറിയ പരിപാടിക്ക് പോവാണ്. ഇത് നമ്മുടെ വീട്ടിലെ മാവാണ്. മാവിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴുക്കാൻ തുടങ്ങും, ഒരു മൂക്കാൻ തുടങ്ങും തൊട്ട് അത് കേടായി പുഴു വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തായാലും ചുമ്മാ ഇരിക്കല്ലേ, ഒരു മാങ്ങയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങയൊക്കെ പറിച്ച് 2 മാങ്ങ കിട്ടി. ഒരെണ്ണം പഴുത്തായിരുന്നേ. പഴുത്ത് എന്നിട്ട് അടുക്കാമെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ ഞാൻ ചെത്തി നോക്കിയപ്പോഴത്തേക്കിനും അതിനകത്ത് വലിയ പുഴുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കളഞ്ഞു. ഇത് നല്ല ചെനയ്ക്കറിയില്ല, എന്നാലും ഒരുമാതിരി മൂത്ത മാങ്ങയായിരുന്നേ. ഞാനത് ചെത്തി എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് പൂളി എടുക്കുന്നുണ്ട്. അത് പൂളി നല്ല സ്മെല്ലായിരുന്നു മാങ്ങ കേട്ടോ. അതാ പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. ഞാൻ ആദ്യം അവൾക്ക് ഇച്ചിരി കൊടുത്തു, ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റാണ്. അധികം പുളിയൊന്നുമില്ല, എന്നാലും പുളിയുണ്ട്. ഒരു നല്ല രുചിയുള്ളൊരു മാങ്ങ കേട്ടോ അത്. പിന്നെ ഞങ്ങൾ അതൊരു പാത്രത്തിലേക്ക് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. അതിന് ശേഷം അതിനുശേഷം അത് അരിയാൻ അതിനകത്ത് കുറച്ച് മുളക് പൊടി, ഉപ്പും, പിന്നെ നമ്മൾ കുറച്ച് വേണ്ടി വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം അടിപൊളിയാണ്. എന്തായാലും കുറച്ച് നേരം അരിയുന്നുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും എൻ്റെ മാമൻ്റെ മോളും ഞങ്ങൾ 3 പേരും കൂടെ കേട്ടോ ഈ പരിപാടിയൊക്കെ. കുറച്ച് ഉപ്പിട്ട് ഇച്ചിരി മുളക് പൊടിക്ക് നല്ല എരിവായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുമായിരുന്നു. ഇളക്കിയിട്ട് അതിന് മറ്റേ വിനാഗറാണ്, ശകലം ഒഴിച്ചുള്ളൂ. ഇച്ചിരി വിനാഗർ ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കി. നല്ല അത്യാവശ്യം നല്ല എരിവായിരുന്നു സത്യത്തിൽ. ദഹികളുണ്ടല്ലോ, ഇവർക്കാണെങ്കിൽ മാങ്ങ പുളിയും അതുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാം ഇച്ചിരി കഴിച്ചുള്ളൂ. എന്നാൽ അവളാണ് അത് മൊത്തം കഴിച്ച് തീർത്തത്. ഓക്കെ, ബൈ.